പൂജ നാറ്റ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നല്ലേ? ജെഇ അധികം എഴുതിയിട്ടുണ്ടായിരുന്നു. നാറ്റ ആയിരുന്നു മെയിൻ ഫോക്കസ്. അപ്പൊ അതില് ഒരു 1 month ക്രാഷ് ആയിരുന്നു നാറ്റയുടെ. സോ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് നാറ്റയ്ക്ക്. ഇപ്പൊ ജെഇക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്സ് ഡ്രോയിങ് ഒക്കെ ഉള്ള പോലെ നാറ്റയ്ക്കും ജെഇക്ക് വരാത്ത കുറെ ടോപ്പിക്സ് നാറ്റയ്ക്ക് വരുന്നുണ്ട്. കുറെ ടോപ്പിക്സ് ഉണ്ട്, അരിത്തമെറ്റിക്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. ആർക്ക് അവയർനെസ് ആണ് മെയിൻ സബ്ജക്ട്. പിന്നെ കുറെ ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിങ്സ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് എങ്ങനെയാണ് 1 month കൊണ്ട് ക്രാക്ക് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്രയും ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത്? അപ്പൊ അവരെന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ ഇനിയിപ്പോ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി ആർക്കിടെക്ചർ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പ് സംതിങ്? മെയിൻ ആയിട്ട് നാട്ടിൽ ഫോക്കസ് ചെയ്യേണ്ട, ഇരുന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അരിത്തമെറ്റിക് തന്നെയാണ്. ബാക്കി ലാംഗ്വേജ് പിന്നെ നോൺ വെർബലൊക്കെ ഇപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ നോക്കാം. അത്ര ബുദ്ധിമുട്ടായിട്ട് ഒന്നും തോന്നില്ല. പിന്നെ വരുന്നത് നമുക്ക് തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് GK, കറണ്ട് അഫയർസ്. ഭയങ്കര ഞാനൊന്നും പിന്നെ പേപ്പർ ഏത് എക്സാം ആണെങ്കിലും ഇപ്പൊ ഡിസൈൻ ബാച്ചിന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏത് സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുമ്പോഴൊക്കെ അവരൊക്കെ പറയുന്ന കാര്യം GK കറണ്ട് അഫയേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു വാസ്റ്റ് ടോപ്പിക് ആണ്, നമുക്ക് ഒരിക്കലും എന്തും ചോദിക്കാം. ജെക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മുടെ ആർക്കിടെക്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ ചോദിക്കുന്നത്. അത്ര ഉണ്ടായിരുന്നു. നാറ്റയ്ക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മറ്റേ നോൺ വെർബൽ അങ്ങനത്തതാണ് ഉണ്ടാവുക. നാറ്റില് കുറച്ചുകൂടെ GK ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആർക്ക് അവയർനെസിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻസ്? GKക്കും കറണ്ട് അഫയർസിനും വേണ്ടി എന്നും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കായിരുന്നു അന്നത്തെ ന്യൂസ്. അതൊന്നും ഉപകാരപ്പെട്ടു. കാരണം ചോദിച്ചതൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ലോഗോസും പെയിന്റിങ്സ്, ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. GKയുടെ ലോഗോസിന്റെ ഒക്കെ ക്ലാസ്സുകൾ, പെയിന്റിങ്സ്, ഫേമസ് ഇന്ത്യൻ പെയിന്റിങ്സ്, ഫെസ്റ്റിവൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് GKക്ക്. പക്ഷെ കുറച്ച് പുറത്തൊന്നല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ക്വസ്റ്റ്യൻസും GKക്ക് വരാം. ബാക്കിയൊക്കെ കുറെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്.